നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ലേഡീസ് ബാൻഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ശിശുപരിപാലനത്തെ കുറിച്ചാണ്. നമുക്കൊപ്പം ഇന്ന് അതിഥിയായി ചേരുന്നത് തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിലെ ചൈൽഡ് ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് രശ്മി മോഹനാണ്. സ്വാഗതം രശ്മി. ഒരുപാട് സംശയങ്ങളുള്ളൊരു മേഖലയാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ന്യൂ ബോൺ ബേബീസിൽ നിന്ന് തുടങ്ങാം, നവജാത ശിശുക്കളിൽ നിന്ന്. നവജാത ശിശുക്കളിൽ തന്നെ രണ്ട് വിഭാഗം നമ്മളങ്ങനെ എടുക്കുകയാണെങ്കിൽ, തരംതിരിക്കുകയാണെങ്കിൽ മാസം തികഞ്ഞ് പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, മാസം തികയാതെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നിട്ട് പെട്ടെന്ന് പുറത്തേക്ക് എടുക്കേണ്ടി വരുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഈ മാസം തികയാതെ വരുന്ന കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ എപ്പോഴും ഭയങ്കര റിസ്ക് ആയിരിക്കും, നമുക്ക് ഭയങ്കര ടെൻഷൻ, ആശങ്കയൊക്കെ ഉള്ള ഒരു സാഹചര്യമുണ്ട്. എങ്ങനെ അവരെ സംരക്ഷിക്കാം, എങ്ങനെ അവരെ പരിപാലിക്കാം? നമസ്കാരം. നമ്മളിപ്പോൾ ന്യൂ ബോണിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ന്യൂ ബോൺ എന്ന് പറയുന്നത് എന്താ, നമ്മൾ ജനിച്ച് വീഴുന്ന കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ന്യൂ ബോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ന്യൂ ബോണിൽ തന്നെ നമ്മൾ രണ്ട് രീതിയിലാണ് തിരിക്കുന്നത്. ഒന്ന് ടേം ബേബീസും ഒന്ന് പ്രീ ടേം ബേബീസും. അപ്പോൾ ഈ ടേം എന്ന് പറയുന്നത് മാസം തികഞ്ഞ് പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ടേം ബേബീസ് എന്ന് പറയുന്നത്. പ്രീ ടേം എന്ന് പറയുന്നത് മാസം തികയാണ്ട് പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾ, അതായത് 40 വീക്സ് കംപ്ലീറ്റഡ് ആണ് നമ്മൾ ടേം എന്ന് ഉദ്ദേശിക്കുന്നത്. ബിഫോർ 36 വീക്സിനെയാണ് നമ്മൾ പ്രീ ടേം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് പേരെ നമ്മൾ നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്യേണ്ടതായിട്ട് അത്യാവശ്യമാണ്. ബേസിക്കലി നമ്മൾ പറയുന്നത് പ്രീ ടേംസിനെയാണ് കൂടുതൽ. പ്രീ ടേമിനെ നമുക്ക് കൂടുതൽ കെയർ, നമ്മൾ മാസം തികഞ്ഞ് പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെക്കാട്ടിയും കൂടുതൽ കെയർ നമ്മൾ പ്രീ ടൈം ബേബീസിന് കൊടുക്കണം. കാരണം 36 വീക്സിൽ ഡെലിവറി നടക്കുന്ന കുഞ്ഞുങ്ങൾ നേരത്തെ വരികയാണ്. അപ്പോൾ വയറ്റിനകത്ത് അമ്മയുടെ വയറ്റിനുള്ളിൽ ഉള്ള കാര്യങ്ങൾ, ആ ചൂട്, ആ ഹാർട്ട് ബീറ്റ് ഒക്കെ അറിയേണ്ട സമയത്താണ് ഇവർ ഈ പുറത്ത് വരുന്നത്. അപ്പോൾ അത്രത്തോളം കെയർ നമ്മൾ പ്രീ ടേം ബേബീസിന് കൊടുക്കണം. മാത്രമല്ല ഈ പ്രീ ടേം ബേബീസിന് നമുക്ക് പ്രത്യേക ഹൈജീനോട് കൂടി വേണം കെയർ ചെയ്യാൻ. ഫീഡിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഫീഡിങ് ചെയ്തതിന് ശേഷമുള്ള ബർപ്പിംഗ്, അതായത് ഗ്യാസ് തട്ടിക്കളയുക, ഇതെല്ലാം പ്രീ ടേം ബേബീസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നമ്മൾ ഈ പ്രീ ടേം ബേബീസിനെ ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ നമുക്കൊരു സമാധാനമുണ്ട്, നോക്കിക്കോളും, അവിടെ ഡോക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നഴ്സറിയിലൊക്കെ വെച്ചിട്ട് അത്രയും കെയർ ചെയ്തിട്ടാണ് നോക്കുന്നത്. നമ്മൾ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വീട്ടുകാർ തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അവർക്ക് ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് വീട്ടിൽ ശ്രദ്ധിക്കേണ്ടി വരിക? ഓക്കെ, പ്രീ ടേം ബേബീസിന് നമ്മൾ ഹോസ്പിറ്റലിലായിരിക്കുന്ന സമയത്ത് കൂടുതലും ഇവർ NICUലായിരിക്കും. NICUവിൽ തന്നെ നമ്മൾ എല്ലാ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് ആയിരുന്നാലും സ്റ്റാഫ് നേഴ്സ് ആയിരുന്നാലും നല്ല കെയറോട് കൂടിയായിരിക്കും ഇവരെ കെയർ ചെയ്യുന്നത്. പക്ഷേ ഇവർ വീട്ടിൽ വരുന്ന ടൈമിൽ അതേ കെയർ തന്നെ ഇവർക്ക് കിട്ടണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ വീട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ അമ്മമാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവരുടെ ബേസിക് ഹൈജീൻ, അതായത് അവർ യൂസ് ചെയ്യുന്ന വെസൽസ്, ക്ലോത്ത്സ്, ഇതെല്ലാം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. മാത്രമല്ല ഇവർ ഹാൻഡിൽ ചെയ്യുന്നത് 1-2 പേര് മാത്രമായിട്ടായിരിക്കണം. അതിൽ ഒന്നുകിൽ അമ്മ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന കെയർ ടേക്കർ. കുഞ്ഞിനെ എടുക്കുമ്പോഴാണ് നമ്മൾ സാനിറ്റൈസർ യൂസ് ചെയ്ത് കൈ നന്നായിട്ട് സാനിറ്റൈസ് ചെയ്തതിന് ശേഷം മാത്രമേ കുഞ്ഞിനെ പ്രീ ടൈം ബേബീസിനെ എടുക്കാവൂ. മാത്രമല്ല ഇവർക്ക് ഫീഡിങ്ങും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇവർക്ക് ബ്രീത്തിങ് ഇഷ്യൂസ്, അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് പ്രീ ടൈം ബേബീസിനുണ്ട്. അപ്പം ഫീഡിങ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് നമുക്ക് ആ ടൈമിൽ ഫീഡിങ്, അപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഡോക്ടറിനോട് ചോദിക്കണം എത്ര ml മിൽക്കാണ് ഇവർക്ക് കൊടുക്കേണ്ടത് പെർ ഡേ എന്നുള്ളത്. അപ്പോൾ അവിടെ NICUവിലുള്ള ടൈമിന് ഇവർ സിസ്റ്റേഴ്സ് കൊടുക്കുന്നുണ്ടാവും ഇത്ര ml വെച്ചിട്ട്. ആ ml കണക്ക് എത്രയാണെന്നുള്ളത് അമ്മമാർ കൃത്യമായിട്ട് തന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് തിരക്കണം. ആ അത്ര അളവ് തന്നെ വീട്ടിൽ വരുമ്പോഴും നമുക്ക് പ്രീ ടേമിന് കൊടുക്കേണ്ടതാണ്. മാത്രമല്ല കഴിവതും വിസിറ്റേഴ്സിനെ വീട്ടിൽ അലോ ചെയ്യാതിരിക്കുക. അത് കാരണം നമ്മൾ ഒരു ന്യൂ ബോൺ ഉണ്ടാവുന്ന സമയത്ത് നോർമലി വീട്ടിലെ ആൾക്കാർ, ഗസ്റ്റ് ഒക്കെ വരും. അപ്പോൾ കഴിവതും പ്രീ ടേം ബേബീസ് ആണ് എന്നുണ്ടെങ്കിൽ വിസിറ്റേഴ്സിനെ കുറച്ച് നാളത്തേക്ക് അവോയ്ഡ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. കാരണം ഇൻഫെക്ഷൻസ് ഇവർക്ക് പെട്ടെന്ന് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് കൊണ്ട് വിസിറ്റേഴ്സിനെ നമ്മൾ പരമാവധി ഒഴിവാക്കുക. മാത്രമല്ല ഇവരെ പുറത്ത് പോവാണ്ടും ഇരിക്കുക. കാരണം ഒത്തിരി ക്രൗഡ് പബ്ലിക്കിലൊക്കെ നമ്മൾ ഇറക്കുന്ന ടൈമിന് ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട് ഇവർക്ക് ആ വഴിയും ഇൻഫെക്ഷൻസ് പെട്ടെന്ന് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ,
രശ്മി, എനിക്ക് ചോദിക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത്. കുഞ്ഞുണ്ടാവുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു സിസ്റ്റം അനുസരിച്ചിട്ട് ഒരുപാട് പേര് കാണാൻ വരും, കുഞ്ഞിനെയും അമ്മയും കാണാൻ വരും, സുഖമാണോ എന്നൊക്കെ അന്വേഷിക്കാനൊക്കെ വരും. അപ്പോൾ കുഞ്ഞ് നേരത്തെ ജനിച്ച കുഞ്ഞാണ്, അപ്പം അതുകൊണ്ട് അമ്മയും അല്ലെങ്കിൽ അമ്മൂമ്മയും മാത്രമേ കുഞ്ഞിനെ എടുക്കുന്നുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വേറെ ഞങ്ങൾക്കൊന്നും കുഞ്ഞ് ജനിക്കാത്ത പോലെ എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ ഉണ്ടാകും പലരുടെയും ഭാഗത്ത് നിന്ന്. പക്ഷെ നിങ്ങൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് പോകുമ്പോൾ തന്നെ അങ്ങനത്തെ ഒരു ബോധവൽക്കരണം ഇവർക്ക് കൊടുത്തു വിടാറുണ്ടോ? ആരിനി എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും കുഞ്ഞിൻ്റെ സുരക്ഷ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം ഈ ചടങ്ങുകൾ നടത്തുന്നുണ്ടല്ലോ, നമ്മളിപ്പോൾ 28 ദിവസം കഴിയുമ്പോൾ ചരട് കെട്ടുന്ന ചടങ്ങൊക്കെ ഓരോ രീതി അനുസരിച്ച് ഓരോ പ്രദേശങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായിട്ട് കുഞ്ഞിൻ്റെ വളർച്ച എത്തുന്നത് വരെ അതിനെ എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ളൊരു അവബോധം ഈ വീട്ടുകാർക്ക് ഉണ്ടാക്കിയിട്ടാണോ ആശുപത്രിയിൽ നിന്ന് വിടുന്നത്? തീർച്ചയായിട്ടും നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് തന്നെ പ്രീടേം ബേബീസ് ആണെന്നുണ്ടെങ്കിൽ കുറേ കണ്ടീഷൻസ് നമ്മൾ പറയും, ഇന്ന കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ള കാര്യങ്ങൾ പറയും. അത് മാക്സിമം പാരൻസ് ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. കാരണം ഇപ്പോഴത്തുള്ള എനിക്ക് തോന്നുന്നു എല്ലാ പാരൻസിനും ഇതിനെക്കുറിച്ച് കുറച്ചൊരു അവയർനെസ് ഉണ്ട്. അപ്പോൾ പ്രീടേം എന്തുകൊണ്ടാണ് പ്രീടേം ആയത്, അല്ലെങ്കിൽ പ്രീടേം ആയത് എങ്ങനെയൊക്കെ കെയർ ചെയ്യണം എന്നുള്ളത് കുറച്ച് അവയർനെസ് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഈ ക്രൗഡ് വരുന്നതും ഒക്കെ ഒഴിവാക്കാനായിട്ട് ചിലവർ പറയുമായിരിക്കും, ചിലപ്പോൾ ദേഷ്യപ്പെടുമായിരിക്കും, അല്ലെങ്കിൽ വഴക്കാവുമായിരിക്കും. പക്ഷെ നമ്മുടെ കുഞ്ഞിൻ്റെ സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ കൈകളിലാണ്. അപ്പോൾ ഇവർ ഒരു 6 months അല്ലെങ്കിൽ 7 months കഴിഞ്ഞിട്ട് നമ്മളൊരു ടേം ബേബി പോലെ തന്നെ ആക്റ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ രീതിയിൽ എല്ലാ ഡെവലപ്മെൻറ്റ് മൈൽ സ്റ്റോൺസും ഇവർക്ക് കാണും. സോ നമ്മളൊന്ന് ഡിലേ വന്നിരുന്നാലും ഇതിൽ യാതൊരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കുന്ന കാര്യം വരുമ്പോൾ ഈ പ്രീടേം ബേബീസിൻ്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞല്ലോ, അവർക്ക് വലിച്ചു കുടിക്കുമ്പോൾ ശ്വാസം എടുക്കാൻ ഉള്ള സമയം അതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിട്ടായിരിക്കില്ലല്ലോ ആ സമയം എന്ന് പറയുന്നത്, പെട്ടെന്ന് പുറത്തേക്ക് വന്നതായിരിക്കും. അപ്പോൾ ആ അറ്റ്മോസ്ഫിയറായിട്ട് പൊരുത്തപ്പെട്ട് വരുമ്പോൾ നമ്മൾ ഈ ഗോകർണത്തിൽ പാൽ കൊടുക്കുക, പാൽ പിഴിഞ്ഞു കൊടുക്കുക, സ്പൂണിൽ കൊടുക്കുക, അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഓക്കെ, പ്രീടേം ബേബീസിനാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവാണ്, ലങ്സിൻ്റെ ഗ്രോത്ത് കുറവാണ്, അപ്പോൾ റെസ്പിറേഷൻ പ്രോബ്ലം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രീടേമിനുണ്ട്. സോ നമ്മൾ പറയുന്നത് അമ്മമാർക്ക് പാല് ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാ അമ്മമാർക്കും, ഇപ്പോൾ ഇത് പറയാൻ കാരണം ഇപ്പം മിക്ക അമ്മമാരും വന്ന് പറയുന്നത് എനിക്ക് പാല് കുറവാണ്, പാലില്ല, സോ പൊടിപ്പാൽ കൊടുക്കുന്നു, അങ്ങനെയുള്ള ഒരു ഓപ്ഷൻസാണ് ഞാൻ കാണുന്നത് പൊതുവേ. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇതാണ്, ഇപ്പോൾ ദൈവം നമുക്കൊരു കുഞ്ഞിനെ തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ അമ്മയ്ക്ക് ആ കുഞ്ഞിന് കൊടുക്കേണ്ട പാല് എന്തായാലും ഉണ്ട്. അപ്പോൾ നമ്മൾ പാലില്ല എന്നുള്ളൊരു ടെൻഷൻ അല്ലെങ്കിൽ ആ ഒരു വിചാരം ഫസ്റ്റ് മൈൻഡിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഈ പ്രീടേം കുഞ്ഞിന് നമ്മൾ പാല് വലിപ്പിച്ച് കുടിക്കുന്ന, അതായത് സ്വന്തമായിട്ട് ബ്രസ്റ്റ് ചെയ്യുന്ന സക്ക് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് എനർജി ഫുള്ളി ബേൺ ഔട്ട് ആവും. അപ്പോൾ ഒന്നുകിൽ വെയിറ്റ് കുറവാണ്, മാസം തികയാണ്ട് പ്രസവിച്ചതാണ്. സോ അതുകൊണ്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നു ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്തിട്ട്, അതായത് പിഴിഞ്ഞ് ഗോകർണത്തിലെയോ അല്ലെങ്കിൽ പാലട ഇതിലോ കൊടുക്കുക എന്നുള്ളത് പറയും. ചിലവർ ചെയ്യുന്നത് ഇത് ബോട്ടിൽ ഫീഡിലായിരിക്കും ചെയ്യുന്നത്. ബട്ട് ഒരു കാരണവശാലും നമ്മൾ ബോട്ടിൽ ഫീഡ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല. അതിപ്പോൾ ടേം ആയിരുന്നാലും പ്രീടേം ആയിരുന്നാലും കൊടുക്കാൻ പാടില്ല. അവർക്ക് നിപ്പിൾ കൺഫ്യൂഷൻ ഉണ്ടാവും. സോ പിന്നീട് അവർ ബ്രസ്റ്റ് ചെയ്യുന്ന ഡയറക്റ്റ് സക്കിങ് മിൽക്ക് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കഴിവതും ഗോകർണത്തിൽ അല്ലെങ്കിൽ ചെറിയ സ്പൂണിലോ കുഞ്ഞിന് പാല് എക്സ്പ്രസ് ചെയ്ത് കൊടുക്കുന്നതിൽ തെറ്റില്ല. നേരത്തെ പറഞ്ഞു കുഞ്ഞുങ്ങൾക്ക് എപ്പോഴുള്ള പ്രശ്നമാണ് ഗ്യാസ്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് പാല് കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാസ് ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടി ഡോക്ടർമാർ പറഞ്ഞു തരും നമുക്ക് പാല് കൊടുത്തതിന് ശേഷം ഇങ്ങനെ പുറകിൽ തട്ടണം എന്നുള്ള കാര്യങ്ങൾ. പക്ഷേ നമുക്ക് വളരെ ചെറിയ കുഞ്ഞായിരിക്കും എപ്പോഴും ഭയങ്കര ടെൻഷനാണ് അടുത്ത് പുറത്തോട്ട് വെച്ച് തട്ടാനും ഒക്കെ. അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ചുകൂടി ഒന്ന് വിശദമാക്കാം. നമ്മൾ എപ്പോൾ കുഞ്ഞിന് പാല് കൊടുത്തു കഴിഞ്ഞിരുന്നാലും ബർപ്പിംഗ്, അതാണ് നമ്മൾ ഗ്യാസ് തട്ടുക എന്ന് പറയുന്നത്, ബർപ്പിംഗ് ചെയ്യേണ്ട വളരെയധികം അത്യാവശ്യമാണ്. ഈവൻ ഒരു 5 മിനിറ്റ് ആയിരുന്നാലും കുഞ്ഞ് പാല് കുടിച്ച് കഴിഞ്ഞിരുന്നാലും ഗ്യാസ് നന്നായിട്ട് തട്ടിക്കളഞ്ഞതിന് ശേഷം മാത്രമേ കുഞ്ഞിനെ കിടത്താവൂ. അപ്പോൾ ഗ്യാസ് തട്ടുന്നതിനും ഒരു പൊസിഷനുണ്ട്. ആ രീതി അനുസരിച്ച് വേണം ഗ്യാസ് നന്നായിട്ട് തട്ടിക്കളയാനായിട്ട്. മാത്രമല്ല വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന് 1-2 അമ്മമാർ പറയുന്നത് അവർ ഈ പച്ചില മരുന്നുകൾ കഴിക്കുന്നു, അതായത് നേറ്റീവ് മെഡിസിൻസ് കഴിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പ്രീടേം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിവതും ഇപ്പോൾ അമ്മയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് കഴിക്കുന്നത്. പക്ഷേ അതൊരു 3-4 months ഹോൾഡ് ചെയ്ത് വെക്കുന്നത് വളരെയധികം നന്നായിരിക്കും. കാരണം അതിലൂടെയും കുഞ്ഞിന് ഗ്യാസ് ഫോം ചെയ്യാനുള്ള ഒരു റീസണാണ്. അപ്പോൾ ആ നേറ്റീവ് മെഡിസിൻ എന്നുള്ളത് നമുക്കൊരു 6 months ആയിട്ട് കഴിച്ചു കഴിഞ്ഞാലും അമ്മയ്ക്ക് യാതൊരു പ്രശ്നവും വരുന്നില്ല. പക്ഷേ ഈ ഒരു പ്രത്യേക കാര്യം, ഈ അമ്മ കഴിക്കുന്ന എല്ലാ ഫുഡും, അമ്മ എന്ത് കഴിച്ചിരുന്നാലും ആ ഫുഡ്
മിൽക്കിൻ്റെ രൂപത്തിൽ, പാലിൻ്റെ രൂപത്തിൽ കുഞ്ഞിനാണ് എത്തുന്നത്. സോ അമ്മ കഴിക്കുന്ന ഫുഡും വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ ഈ പുതിയ അമ്മമാർ, നമ്മളെപ്പോഴും നമ്മുടെ കാർഡിലൊക്കെ നമ്മൾ കൊടുത്തത് അങ്ങനെയാണ്, പുതിയ അമ്മമാർ എന്നുള്ളൊരു ടേം ഉണ്ട്. അതായത് ആദ്യമായിട്ട് അമ്മയാകുന്ന ആളുകൾ, പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ അമ്മമാർ, അറിയത്തില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം കുഞ്ഞ് അനങ്ങിയ ടെൻഷനായിരിക്കും, കുഞ്ഞ് തുമ്മിയ ടെൻഷൻ, ചുമച്ച ടെൻഷൻ, മൊത്തത്തിൽ ടെൻഷനാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇനി ഞാൻ ചോദിക്കുന്നത്. ഈ കുഞ്ഞുങ്ങളുടെ മോഷൻ പോകുന്നതും യൂറിൻ പോകുന്നതും അത് എത്ര തവണ പോകണം? അതൊക്കെ എണ്ണിയിരിക്കുന്ന അമ്മമാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അപ്പോൾ അത് എത്ര തവണ പോകണം? ഈ പ്രീ ടേം ബേബീസിലാണെങ്കിലും നോർമൽ ബേബീസിലാണ്, ടേം ബേബീസിലാണെങ്കിലും ഈ പ്രായം അനുസരിച്ചിട്ട് ഇതിന്റെ എണ്ണം കൂടുകയോ അല്ലെങ്കിൽ കാലാവസ്ഥയായിട്ട് ബന്ധം, അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പറയാം. നോർമലി ജനിച്ചു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ ആദ്യത്തെ 1, 2, 3 ദിവസങ്ങളിൽ 1, 2 വട്ടം അല്ലെങ്കിൽ 3 ടൈംസ് ഒക്കെ പോകാറുള്ളൂ യൂറിന്. ബട്ട് ഗ്രാജുവലി അത് 5 to 7 ടൈംസ് പെർ ഡേ, ഒരു ദിവസം 5 മുതൽ 7 പ്രാവശ്യം വരെയെങ്കിലും യൂറിൻ പോയിരിക്കണം. അതിൽ കൂടിയാലും പ്രശ്നമില്ല. മോഷൻ നമ്മൾ പറയുന്നത് അറ്റ്ലീസ്റ്റ് 2 ടൈംസ് എങ്കിലും പെർ ഡേ മോഷൻ പോയിരിക്കണം എന്നുള്ളതാണ്. അത് എത്ര മാസം വരെയാണ് നമ്മൾ നോക്കേണ്ടത്, ഈ 2 തവണ പോകണം എന്നുള്ളത് മിനിമം? ഇല്ല, ആദ്യത്തെ 1, 2 മാസം. പക്ഷെ അങ്ങനെ ആവത്തില്ല, അതിൽ കൂടുതലായിട്ട് കുഞ്ഞുങ്ങൾ പോവും. പക്ഷെ എന്തെങ്കിലും ഇപ്പോൾ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ഗ്യാസിന്റെ ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ, കോൺസ്റ്റിപ്പേഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചില കുഞ്ഞുങ്ങൾ 3 ഡേയ്സ് വരെ മോഷൻ പോകത്തില്ല. 4 ഡേയ്സ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ 4 ഡേയ്സും കഴിഞ്ഞ് മോഷൻ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പീഡിയാട്രിഷ്യനെ കാണേണ്ടത് അത്യാവശ്യമാണ്. അവർ പറയുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ് എന്തായാലും ചെയ്തിരിക്കണം. അതുപോലെയാണ് കുഞ്ഞുങ്ങളുടെ മോഷനിലെ കളർ ചേഞ്ച്, അതും നമ്മളിങ്ങനെ ആശങ്കയോടെ നോക്കുന്ന കാര്യമാണ്. അത് ഈ അമ്മ കഴിക്കുന്ന ആഹാരത്തിന്റെ ഇതൊക്കെ വരും എന്നൊക്കെ ഇങ്ങനെ പഴയ ആളുകൾ പറയും. അതൊക്കെ അങ്ങനെ തന്നെയാണ്? അതെ, കളർ ചേഞ്ചും വരുന്നത് മാത്രമല്ല, ആ കോൺസ്റ്റിപ്പേഷൻ വരുന്നതും അമ്മ കഴിക്കുന്ന ഫുഡിൽ നിന്നും ഉണ്ടാവും. കഴിവതും ഈ ലാക്ടേറ്റിംഗ് മദർ, അതായത് പാല് കൊടുക്കുന്ന അമ്മമാർ കഴിവതും ഗ്യാസ് അടങ്ങിയ ഫുഡ്സ്, ഗ്യാസ്ട്രിക് ജ്യൂസസ്, അതായത് മിറിൻഡ, കൊക്കക്കോള, പെപ്സി അങ്ങനത്തെ ജ്യൂസസ്, മൈദ അടങ്ങിയ ഫുഡ്സ്, പിന്നെ പപ്പടം, അങ്ങനത്തെ കാര്യങ്ങളൊന്നും, ഈ പറയുന്ന നേറ്റീവ് മെഡിസിൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്ന് ഒഴിവാക്കണം. അല്ലാണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ഭക്ഷണവും നന്നായിട്ട് വെള്ളം കുടിക്കുക. അതാണ് മെയിൻലി പറയാനുള്ള. പല പണ്ടത്തെ ആൾക്കാർ അധികം വെള്ളം കൊടുക്കാറില്ല. അപ്പോൾ ഇപ്പോഴങ്ങനെയല്ല, നമ്മൾ ഇഷ്ടംപോലെ വെള്ളം കുടിക്കണം. കാരണം നമ്മുടെ ദേഹത്തുള്ള വെള്ളം കൂടിയാണ് ഈ പാലിന്റെ രൂപത്തിൽ പോകുന്നത്. നോർമൽ ഡെലിവറി ആണെങ്കിലും സിസേറിയൻ ഏതാണ് സിസേറിയനൊക്കെ നമുക്ക് ആദ്യം കഴിഞ്ഞതിന് ശേഷം ഡിസ്ചാർജ് ആവുന്ന സമയത്ത് അവർ ഫുള്ളി ഓക്കെ ആയിരിക്കും. പിന്നെ ആ വൂണ്ട് ഒന്ന് ഹീൽ ചെയ്യാനുള്ള കുറച്ച് ടൈം ഉണ്ടാവും. പക്ഷേ വേറെ ഡയബറ്റിക് അല്ല, അങ്ങനത്തെ മദേഴ്സ് ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ നോർമലി വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും ഇഷ്ടംപോലെ വെള്ളവും നന്നായിട്ട് കുടിക്കുക. ഇത് പാല് കൂടുതലായിട്ട് ഉണ്ടാവാനായിട്ടും ഒക്കെ സഹായിക്കും. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സും എല്ലാം നല്ല രീതിയിൽ കഴിക്കേണ്ടതാണ്. ഓക്കെ, നമുക്കിനി നോർമൽ ബേബീസിന്റെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ, ടേം ബേബീസ്, നമ്മൾ ഈ ആശുപത്രി വിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ എപ്പോഴും അമ്മമാർ പറയാറുണ്ട്, ഡോക്ടർമാരും പറയാറുണ്ട്, മുലപ്പാലാണ് ഏറ്റവും വേണ്ടത്. മുലപ്പാലിനൊപ്പം നമുക്ക് മറ്റ് ആഹാര പദാർത്ഥങ്ങൾ കൂടി കുഞ്ഞിന് കൊടുക്കാമെന്നുള്ള സമയം അതേതാണ്? നമുക്ക് ഇപ്പോൾ പറയുന്ന WHO റൂൾ അനുസരിച്ചായിരുന്നാലും പറയുന്നത് അപ് ടു 6 months വരെ നിങ്ങൾ മുലപ്പാൽ മാത്രം, അതായത് ബ്രസ്റ്റ് മിൽക്ക് മാത്രമേ കൊടുക്കാവൂ. ചിലവരിപ്പോൾ നമ്മളോട് പറയാണ്ട് തന്നെ ചിലവർ വെള്ളം കൊടുക്കുന്നുണ്ട്, ഗ്രേപ്പ് വാട്ടർ കൊടുക്കുന്നുണ്ട്. അതൊക്കെ കുഞ്ഞിന് ദോഷമായിട്ടാണ് വരുന്നത്. 6 months വരെ നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് മാത്രം കൊടുത്താൽ മതി. അമ്മയ്ക്ക് പാല് കുറവാണ്, ഞാൻ പറഞ്ഞു പാല് കുറവ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കില്ല. അപ്പോൾ ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുവാണെങ്കിൽ മാത്രം, എന്തെങ്കിലും കണ്ടീഷൻസ് കൊണ്ട് പാല് കുറവായിരിക്കാം, അങ്ങനെ റെക്കമെൻഡ് ചെയ്യുവാണെങ്കിൽ മാത്രം നമ്മൾ ഫോർമുല ഫീഡ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാറുള്ളൂ. ഇല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് മാത്രമാണ് 6 months വരെ നമ്മൾ കൊടുക്കുന്നത്. 6 months കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്ലോലി സെമി സോളിഡ് ഫുഡിലേക്ക് കടക്കും. അതായത് അവിടെ ഞാനൊരു ക്ലാരിറ്റി വരുത്തിയിട്ട് നമുക്ക് ഈ ഫുഡിലേക്ക് പോകാം. ഈ മാം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മുടെ കുഞ്ഞിനുള്ള കൊടുക്കാനുള്ള പാല് നമുക്കുണ്ടാകും എന്ന് പറഞ്ഞല്ലോ. പലയിടത്തും പറയുന്നുണ്ടാകും കുഞ്ഞു രാത്രി ഉറങ്ങുന്നില്ല, അപ്പോൾ ചിലപ്പോൾ അതിന് വിശന്നിട്ടായിരിക്കും, പാല് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടാവില്ല എന്നൊക്കെ പറയുമല്ലോ, പാല് കുറവാണെന്നൊക്കെയുള്ള നമ്മൾ സ്ഥിരം കേൾക്കുന്ന പല്ലവിയാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാകും, കുഞ്ഞിന് വയറ് നിറഞ്ഞു അല്ലെങ്കിൽ നമ്മുടെ പാല് മതിയാകും എന്നൊക്കെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഒന്ന്, കുഞ്ഞ് ഈ പറഞ്ഞ പോലെ 5 to 7 ടൈംസ് യൂറിൻ പെർ ഡേ പോവും, പാസ് ചെയ്തിരിക്കും. പിന്നീട് നന്നായിട്ട് ഉറങ്ങും കുഞ്ഞുങ്ങൾ. പിന്നെ 2 to 3 hours വെച്ചിട്ട് ഇവർ ഉണർന്ന് പാല്
അതായത് കരഞ്ഞ് നമ്മളോട് പാല് ചോദിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 2 to 3 hours കുഞ്ഞിനെ ഉണർത്തി, ന്യൂ ബോൺസ് ഒക്കെ ആകുമ്പോൾ ഉറക്കമായിരിക്കും, കുഞ്ഞിനെ ഉണർത്തി നമ്മൾ പാല് കൊടുക്കണം. പിന്നെ മന്ത്ലി ഉള്ള അല്ലെങ്കിൽ വീക്ക്ലി ഉള്ള വെയിറ്റ് ഗെയിൻ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പം ഹോസ്പിറ്റലിൽ എന്നും കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, വീക്ക്ലി കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അടുത്ത ഹെൽത്ത് സെൻറ്ററോ അങ്ങനെ ഉണ്ടോയെന്നുണ്ടെങ്കിൽ വെയിറ്റ് നമ്മൾ മസ്റ്റായിട്ട് നോക്കിയിരിക്കണം. എത്ര വെയിറ്റ് കൂടുന്നുണ്ട് എന്നുള്ളത് നോക്കണം. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് കുഞ്ഞ് പാല് കുടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്, വെയിറ്റ് ഗെയിൻ ആണ് നമ്മൾ മസ്റ്റായിട്ടും ഇതിൽ നോക്കുന്ന കാര്യം. ഈ വീട്ടിലേക്ക് പോയി കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലണം, അല്ലെങ്കിൽ ഈ വാക്സിനേഷൻ, ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പിന്നെ എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത്? ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് നമുക്ക് മെയിൻലി എല്ലാ ഹോസ്പിറ്റലിലും ഫസ്റ്റ് ഡിസ്ചാർജിന് മുന്നേ തന്നെ അവർ BCG എടുക്കുന്നതാണ്. അത് കഴിഞ്ഞ് 45 ഡേയ്സിലാണ് നെക്സ്റ്റ് വാക്സിനേഷൻ വരുന്നത്. അപ്പോൾ ഈ 45 ഇവർക്ക് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ വാക്സിനേഷൻ കാർഡുണ്ട്. ഇത് കളയരുത്. ഇത് എപ്പോഴൊക്കെ വാക്സിൻ എടുക്കുന്നോ ആ ടൈമെല്ലാം വാക്സിൻ്റെ ആ ലേബലും ഇതിൽ സിസ്റ്റേഴ്സിനോട് പറഞ്ഞ് സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കണം. ഡ്യൂ ഡേറ്റ് ഇപ്പോൾ ഇന്ന് 20th ഇന്ന് ഒരു വാക്സിൻ എടുത്തെങ്കിൽ നെക്സ്റ്റ് മന്ത് 20th കഴിഞ്ഞിട്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് നെക്സ്റ്റ് വാക്സിൻ എടുക്കാം. അപ്പോൾ ഈ ഡേറ്റ് നമ്മൾ ഓർത്തിരിക്കുക. ആ വാക്സിനേഷൻ ബുക്കിൽ നമ്മൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിരിക്കേണ്ടതാണ്. അപ്പോൾ ഫസ്റ്റ് എടുക്കേണ്ട 45 ഡേയ്സിൻ്റെ വാക്സിനാണ്. പിന്നെ അത് കഴിഞ്ഞ് 6 weeks അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഭക്ഷണത്തിലേക്ക് വരാം. 6 മാസം കഴിഞ്ഞ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങുകയാണ്. നമ്മുടെ കേരളത്തിൽ ചോറ് കൊടുക്കൽ എന്ന് പറഞ്ഞ ചടങ്ങ് വരെയുണ്ട്. അപ്പോൾ ആ കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് തുടക്കത്തിൽ? ദഹിക്കാനായിട്ട് പാല് മാത്രം ശീലിച്ച വയറാണ്. അപ്പോൾ എന്തൊക്കെയാണ് തുടക്കത്തിൽ കൊടുക്കാൻ പറ്റുക കുഞ്ഞുങ്ങൾക്ക്? അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പാല് മാത്രം കുടിച്ചാണ് കുഞ്ഞുങ്ങൾ ഈ 6 months വരെ വന്നിരിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടിംഗ് ആയിട്ട് നമ്മളൊരു പുതിയ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ് കുഞ്ഞിന്. അപ്പോൾ അത്രയധികം വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യം കൊടുക്കേണ്ടത് വീനിങ് ഫുഡ്സ് ആണ്. അതായത് കുറുക്ക് പോലത്തെ കാര്യങ്ങളാണ് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മൾ ഒരുപാട് കട്ടികൂട്ടി കൊടുക്കാൻ പാടില്ല. നമ്മളൊരു സെമി ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ലിക്വിഡും അല്ല, സെമി ലിക്വിഡ് ഫോമിലാണ് നമ്മൾ ഈ കുറുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കേണ്ടത്. കട്ടി കുറച്ച് കൊടുക്കണം. ഗ്രാജുവലി നമുക്ക് ഇതിൻ്റെ കട്ടി കൂട്ടി നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ 6 months കഴിഞ്ഞ് നമ്മൾ കുറുക്ക് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള ചാൻസസ്, കാരണം ആദ്യമായിട്ട് കുഞ്ഞൊരു ഇച്ചിരി ഒരു കട്ടിയുള്ള ഫുഡ് കഴിക്കുവാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ലൂക്ക് വാം വാട്ടർ, അതായത് ചെറിയ ചൂടുവെള്ളം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കുഞ്ഞിന് കൊടുക്കുന്നതിൽ തെറ്റില്ല. പ്ലസ് ഇപ്പോഴും പറയുവാണ് ബ്രസ്റ്റ് മിൽക്ക് നമുക്ക് ഇതിനോടൊപ്പം തന്നെ കൊടുക്കാം. ഇപ്പോൾ ഒരു നേരം കുറുക്ക് കൊടുത്താൽ നെക്സ്റ്റ് നമുക്കൊരു ബ്രസ്റ്റ് മിൽക്ക് ഒരു 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കഴിഞ്ഞ് ബ്രസ്റ്റ് ഫീഡ് നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ കുഞ്ഞുങ്ങളുടെ ഗ്യാസിന്റെ കാര്യം പറയുമ്പോഴത്തേക്കിനും ഈ സാധാരണ എപ്പോഴും അമ്മമാരൊക്കെ പറയുന്നത് ഒരമരുന്നെന്ന് പറയും. നമ്മൾ ഉരച്ചു കൊടുക്കുന്ന കുറേ ഗ്രാമ്പൂ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉരച്ചു കൊടുക്കും, ജാതിയുടെ കായൊക്കെ. അതൊക്കെ നല്ലതാണോ വയറിന്? ഇതിപ്പോൾ പഴയ ആൾക്കാർ കേട്ടാൽ ചിലപ്പോൾ എന്നെ ചീത്ത പറയായിരിക്കും. പക്ഷെ എന്നാലും എൻ്റെ ഒരു ഒപ്പീനിയനിൽ അതിൻ്റെ ഒരു കാര്യവും ഇപ്പം ഇല്ല. ഞാൻ പറഞ്ഞു കുഞ്ഞിന് അപ്പോൾ അത് ഇപ്പം അത് നമ്മൾ ഡെയിലി കൊടുക്കുന്നില്ല, ഒരു വട്ടം കൊടുക്കുവാണ്, വീണ്ടും നമ്മൾ ഗ്യാസ് ഫോം ചെയ്യും. എന്തുകൊണ്ടാണ്? അമ്മമാർ കഴിക്കുന്ന ഫുഡിനെ ഡിപ്പെൻസ് ഇരിക്കും കുഞ്ഞിന് ഗ്യാസ് ഫോം ചെയ്യുന്നതും അല്ലാത്തതും ഒക്കെ. അപ്പം നമ്മൾ അത് കൊടുത്തിട്ട് കുഞ്ഞിന് വേറെ ഇഷ്യൂസ് ഉണ്ടാക്കി വെക്കരുത് എന്നുള്ളത്. ഗ്യാസ് പോകാനുള്ള എന്തെങ്കിലും കഴിച്ചാൽ മതിയാവും. അതാണ് അതും ഉണ്ട്. അത് കഴിക്കുന്നതിൽ തെറ്റില്ല. അതായത് പാല് നന്നായിട്ട് ആവാൻ വേണ്ടിയിട്ട് ഉലുവയുടെ കഞ്ഞി കുടിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഉലുവയുടെ കഞ്ഞി കുടിക്കാൻ പറയുന്നുണ്ട്. പിന്നെ തോരൻ അങ്ങനത്തെ കാര്യങ്ങൾ, നന്നായിട്ട് വെളുത്തുള്ളി അങ്ങനത്തെ കാര്യങ്ങൾ ചേർത്ത് കഴിക്കുക. അതും ഇതിൻ്റെ പാല് കൂടാനും മാത്രമല്ല ഗ്യാസിൻ്റെ ഇഷ്യൂസ് കുറയ്ക്കാൻ. അമ്മയ്ക്ക് ചിലപ്പോൾ ഗ്യാസ് വന്നു എന്ന് വരില്ല, പക്ഷേ കുഞ്ഞിന് ഗ്യാസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ഈ കഴിക്കുന്ന ഫുഡും അതനുസരിച്ചായിരിക്കണം. അമ്മമാർ കഴിക്കുന്ന ഫുഡും നമ്മൾ ഫീഡ് ചെയ്യുവാണ് എന്നോർത്ത് ആ രീതിയിലുള്ള ഫുഡ് വേണം. കൂടുതൽ ഫ്രൈഡ് ഐറ്റംസ് കഴിക്കാതിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. വെള്ളവും നന്നായിട്ട് ഇഷ്ടം പോലെ കുടിക്കുക. ഓക്കെ, നമ്മൾ കുറുക്കുന്ന മാറി വെജിറ്റബിൾസ് ഒക്കെ കൊടുക്കാൻ തുടങ്ങി. വേവിച്ച വെജിറ്റബിൾസ്, അതുപോലെ തന്നെ മിക്സിയിൽ അരച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ കൊടുക്കാൻ. അത് എന്തൊക്കെയാണ് കൊടുക്കാൻ പറ്റി ഒരു വയസ്സൊക്കെ ആകുമ്പോൾ ആ സമയത്തൊക്കെ? ഓക്കെ, ഫസ്റ്റ് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് ഒരു സാധനങ്ങളും കൊടുക്കരുത് എന്നുള്ളതാണ്. കാരണം നമ്മളൊരു 8-9 months ആ ടൈമിൽ എത്തുന്ന ടൈമിന് കുഞ്ഞിന് പല്ലുകൾ വരാനുള്ള ടൈമിംഗ് ആണ് 9-10 months ഒക്കെ. അപ്പോൾ അവർ ശ്രദ്ധിച്ചാൽ അറിയാം, അവർ ടോയ്സ് കടിക്കുക, വിരൽ കടിക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതൊരു ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺ കൂടിയാണ്.
ആണ്. അങ്ങനത്തെ കാര്യങ്ങൾ അവർ ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഗ്രൈൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറേ അതോടുകൂടിയാണ് ഇവർ ചൂയിങ് പഠിക്കുന്നത്. അപ്പോൾ ഗ്രൈൻഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഫുഡിൻ്റെ രൂപത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ഈ ക്യാരറ്റ്, ഇപ്പോൾ പൊട്ടറ്റോ അങ്ങനത്തെ കാര്യങ്ങൾ നന്നായിട്ട് വേവിച്ച് കൈവച്ച് നന്നായിട്ട് സ്മാഷ് ചെയ്യുക, ഉടച്ചു കൊടുക്കുക. അത് ഒരു കാരണവശാലും നമ്മൾ മിക്സിയിലിട്ട് അടിച്ചോ അങ്ങനെ കൊടുക്കേണ്ടതായിട്ടില്ല. ഇച്ചിരി ഒരു തരിയുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ കൊടുക്കണം. ഇപ്പൊ മിക്സിയിൽ മിക്കവരും വരുന്നവർ പറയുന്നുണ്ട് ഈ ചോറ് എല്ലാം കൂടെ ഒരുമിച്ച് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കും. പക്ഷെ നമ്മൾ തന്നെ അത് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഒരു ടേസ്റ്റും കാലില് ടേസ്റ്റ്ലെസ് ആണത്. അപ്പോൾ അത് തന്നെ കുഞ്ഞിന് ഒരു 2-3 വട്ടം ആകുമ്പോൾ കുഞ്ഞ് ഫുഡ് കഴിക്കുന്നത് വെറുക്കും, അതിനോടുള്ള ഇൻട്രസ്റ്റ് കുറയും. അപ്പോൾ ഈ നാച്ചുറൽ ഒരു ടേസ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൈവച്ച് തന്നെ നന്നായിട്ട് ഉടച്ച് കുഞ്ഞിന് ഏത് ഫുഡായിരുന്നാലും വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ഫുഡ്സും കൈവച്ച് ഉടച്ച് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ആഹാരത്തിൻ്റെ കാര്യം നമ്മൾ അത് വിട്ട് കഴിഞ്ഞാൽ അടുത്ത ടെൻഷനാണ് കുഞ്ഞ് കമഴുന്നില്ല, എഴുന്നേറ്റിരുന്നില്ല, മുട്ടിലിഴഞ്ഞില്ല. ഇത്രയും പ്രായമായി അവൻ്റെ കൂടെ ഉള്ള പിള്ളേരൊക്കെ നടന്നു തുടങ്ങി, പിച്ച വെക്കുന്നില്ല. അപ്പോൾ ഈ എത്ര സമയമാകുമ്പോഴാണ് ഒരു സാധാരണ കുഞ്ഞുങ്ങൾ ഇത് ചെയ്യേണ്ടത്? ചെയ്തില്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? നമ്മളിത് മൈൽ സ്റ്റോൺസിലാണ് ഈ പറയുന്നത്. അപ്പോൾ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് എന്ന് പറയും, അതായത് നാഴികക്കല്ലുകൾ. അപ്പോൾ നമുക്ക് ഓരോ മാസത്തിൽ കുഞ്ഞുങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ട്. അതായത് 2 മാസം ആകുമ്പോൾ കുഞ്ഞ് നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കണം, അതായത് സോഷ്യൽ സ്മൈൽ. നമ്മുടെ കണ്ണിൽ ഐ കോണ്ടാക്ട് തന്ന് ചിരിക്കുക എന്നുള്ളതാണ് സോഷ്യൽ സ്മൈൽ. 4 മന്ത്സിൽ ഹെഡ് കൺട്രോൾ കംപ്ലീറ്റ് ആവണം. 6 മന്ത്സ് അല്ലെങ്കിൽ 8 മന്ത്സ് ആകുമ്പോൾ സിറ്റിംഗ് കംപ്ലീറ്റ് ആവണം. 12 മന്ത്സിൽ വാക്കിംഗ് അറ്റൻഡ് ആയിരിക്കണം. ഇതാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു മേജർ മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഇത്രയും മൈൽ സ്റ്റോൺസ് എങ്കിൽ നമ്മൾ ചെക്ക് ചെയ്തിരിക്കുന്നത് വളരെയധികം അത്യാവശ്യമാണ്. പിന്നീട് ഒരു കാര്യം, നമ്മൾ ഒരു കാരണവശാലും കുഞ്ഞുങ്ങളും വേറൊരു കുഞ്ഞുമായിട്ട് കമ്പയർ ചെയ്യരുത്. അതായത് ഒരു കുഞ്ഞിനുള്ള ആ ഒരു കേപ്പബിലിറ്റി അല്ല വേറൊരു കുഞ്ഞിന് ഉണ്ടാവുന്നത്. 2 പേർക്ക്, അതായത് 2 കുഞ്ഞുങ്ങളുടെയും ജീൻസ് വ്യത്യാസമാണ് അല്ലേ. അപ്പോൾ ഈ 2 പേരും തമ്മിലുള്ള കമ്പാരിസൺ നമ്മൾ മാറ്റി വെക്കുക. ചില കുഞ്ഞുങ്ങൾ ഇപ്പോൾ 4 മന്ത്സിൽ ഹെഡ് കൺട്രോൾ ഒരു കുഞ്ഞിനായിട്ടുണ്ടാവും, മറ്റേ സെയിം ഡെലിവറി കഴിഞ്ഞ കുഞ്ഞുങ്ങളെ നമുക്ക് എടുക്കാം, ആയിട്ടുണ്ടാവും. വേറൊരു കുഞ്ഞിന് ആയിട്ടില്ല, 5 മന്ത്സിലായിട്ടും ആയിരിക്കുന്നത്. പക്ഷെ അതിലൊരു നമ്മളൊരു ടെൻഷൻ ആവാനോ അല്ലെങ്കിൽ വറി ആവാനോ ഉള്ള കാര്യമില്ല. ഈ 5 മന്ത്സ് കഴിഞ്ഞാൽ 1-2 മാസം കഴിഞ്ഞിട്ടും കുഞ്ഞ് ഡെവലപ്മെൻറ്റിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോവുകയോ അതിന് വേണ്ടിയിട്ടുള്ള തെറാപ്പി അല്ലെങ്കിൽ എക്സസൈസ് എടുക്കുകയോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ. പല്ല് വരുന്നതിൻ്റെയും കൂടെ പറയാമോ? ഈ പല്ല് ലേറ്റ് ആയിട്ടാണ് വരുന്നത്, പല്ല് ഇതുവരെ വന്നില്ല എന്നുള്ളൊരു ആശങ്ക എപ്പോഴും രക്ഷകർത്താക്കൾ പറയാറുണ്ട്. ഓക്കെ. അതും ഈ പറഞ്ഞ പോലെ ചില കുഞ്ഞുങ്ങൾക്ക് ലേറ്റ് ആയിട്ട് വരാം, ചില കുഞ്ഞുങ്ങൾക്ക് നേരത്തെ ആവാം. അല്ലെങ്കിൽ മൂത്ത കുഞ്ഞുങ്ങൾക്ക് ഈ ടൈമിന് വന്നിട്ടുണ്ടെങ്കിൽ ഇളയാൾക്ക് ആ ടൈമിന് വരണം, സെയിം ടൈമിന് വരണം. അപ്പോൾ ഈ കുഞ്ഞിന് വന്നല്ലോ, മൂത്ത ആൾക്ക് വന്നു, ഇളയാൾക്ക് വന്നില്ല, അതും ഒരു കമ്പാരിസനാണ്. അപ്പോൾ അതും നമുക്ക് പാടില്ല. ഈ ഒരു മന്ത്, അതിപ്പോൾ 9-10 മന്ത്സിലാണ് നമുക്കൊരു ടീത്ത് വരുന്നെങ്കിൽ ആ 10 മന്ത്സ് അല്ലെങ്കിൽ 11 മന്ത്സ് കഴിഞ്ഞിട്ടും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ഡോക്ടറിനോട് പോയി കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യും, ബ്ലഡ് ടെസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഇതിൽ കുറവാണോ അല്ലെങ്കിൽ കാൽഷ്യം കുറവാണോ അങ്ങനെയുള്ള എല്ലാം നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ വെറി ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഭക്ഷണം പറഞ്ഞു, ആക്ടിവിറ്റീസിലുള്ള ആശങ്കകൾ വേണ്ട എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടാണ് കുളി കുഞ്ഞുങ്ങളുടെ. അപ്പോൾ കുഞ്ഞിനെ ഇപ്പോൾ തന്നെ പാക്കേജുകളൊക്കെ ഉണ്ട്. അതായത് കുഞ്ഞ് പുറത്തേക്ക് വന്നു കഴിഞ്ഞ ഉടനെ തന്നെ അമ്മയും കുഞ്ഞിനെയും നോക്കാനായിട്ട് ഒരാൾ വരുന്നു, കുഞ്ഞിനെ അടക്കം കുളിപ്പിക്കുന്ന അവരായിരിക്കും, എണ്ണ തേച്ച് ഇത്ര സമയം കിടത്തുന്നു, പിന്നെ പഴയ കുളി. അതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? ഓക്കെ. ഈ പറഞ്ഞ പോലെ ഈ പാക്കേജസ് ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് ഡിസ്ചാർജ് കഴിഞ്ഞ് നേരെ പോകുന്നവർ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കായിരിക്കും. അപ്പോൾ അമ്മയുടെ കാര്യങ്ങളും കുഞ്ഞിൻ്റെ കാര്യങ്ങളും നോക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ പഴയ കാലത്ത് കുറച്ച് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. കുളിപ്പിക്കുന്ന സമയത്ത് ഊതി കൊടുക്കുന്ന ഇതുണ്ട്. അതായത് പൊക്കിളിൽ ചെവിയിലൊക്കെ ഊതുന്ന ഒരു അതെ പ്രവണതയുണ്ട്. പക്ഷേ നമ്മൾ അപ്പോഴും മീൻസ് ഡോക്ടേഴ്സ് ആയിരുന്നാലും പറയുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ്. കാരണം നമ്മൾ തന്നെ നോക്കിയാൽ അറിയാം, നമ്മുടെ ചെവിയിൽ കുറച്ച് വെള്ളം ഇവിടെ ഇരുന്നാൽ നമ്മൾ ഊതി കൊടുക്കുവാണ്. അപ്പം വെള്ളം എങ്ങോട്ടാ പോകുന്നത്? അകത്തോട്ട്. അപ്പം നമ്മൾ വീണ്ടും ആ കുഞ്ഞിനൊരു ഇൻഫെക്ഷൻ നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ കഴിവതും നമ്മൾ ഊതുന്നത്, അതായത് ചെവിയിൽ, പൊക്കിൾ, മൂക്കിൽ ഇതൊന്ന് ഊതുന്ന പ്രവണത മാറ്റിവെക്കുക എന്നുള്ളത്. മാത്രമല്ല
കുഞ്ഞിനെ ആദ്യം കുളിപ്പിക്കുമ്പോൾ, ന്യൂബോൺ ആണ്, ഫസ്റ്റ് കുളിപ്പിക്കുമ്പോൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ്സിനുള്ളിൽ കുളിപ്പിച്ചെടുക്കുക. കുളിപ്പിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മുടെ കോട്ടൺ തുണി വെച്ചിട്ട് ഒപ്പിയെടുക്കുക എന്നുള്ളത്. അത് ഇങ്ങനെ റബ്ബിങ് ചെയ്യണ്ട, ജസ്റ്റ് ഒപ്പിയെടുക്കുക എന്നുള്ളത്. പിന്നെ എണ്ണ തേക്കുന്ന കാര്യത്തിലും ചിലവർ ചോദിക്കാറുണ്ട് എണ്ണ തേക്കാവോ ഇല്ലയോ എന്നുള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്ക് തേക്കാം, നിർബന്ധമില്ല. അപ്പോൾ എണ്ണ തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കുളിപ്പിക്കുന്നതിന് മുന്നേ എണ്ണ തേച്ച് കുളിപ്പിച്ച് എടുക്കുക. കുളിപ്പിച്ചതിന് ശേഷം തലയിൽ എണ്ണ പൊത്തി വെക്കുന്ന പ്രവണത ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നല്ലൊരു കാര്യമല്ല. കുഞ്ഞിന് പെട്ടെന്ന് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ജലദോഷം, പനി അങ്ങനത്തെ കാര്യങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ ഈ തല, നമ്മളിപ്പോൾ മേല് കഴുകുന്ന കാര്യം പറഞ്ഞു, തല കുളിപ്പിച്ച് എടുക്കുമ്പോൾ തല തോർത്തി കൊടുക്കാൻ പറ്റില്ലല്ലോ, കുഞ്ഞു കുട്ടിയാണല്ലോ. അപ്പോൾ നമ്മൾ അതുപോലെ രാസനാദിപ്പൊടി തിരുമുക, അതൊക്കെ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്? അതൊന്നും ചെയ്യണ്ട. അതാ ഞാൻ പറഞ്ഞത്, ജസ്റ്റ് നമ്മൾ റബ്ബ് ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മൾ എന്ത് പൊടി, ഇപ്പോൾ പൗഡർ ആയിരുന്നാലും, ഞാൻ പറയാൻ വിട്ടു, പൗഡർ, കാജൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കുഞ്ഞുങ്ങളിപ്പോൾ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഇട്ട് കൊടുക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം കുഞ്ഞ് സുന്ദരികളായിട്ടിരിക്കുക അല്ലെങ്കിൽ സുന്ദരന്മാരായിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കരിയായിരുന്നാലും പുറത്തുനിന്ന് മേടിക്കുന്ന കാജലായിരുന്നാലും അതിൽ നമുക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ മാത്രമല്ല, നമ്മൾ കരി എഴുതുമ്പോൾ കുഞ്ഞിന് എഴുതി കൊടുക്കുന്നത് ഒന്നുകിൽ ബഡ്സ് വെച്ചിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വിരൽ വെച്ചിട്ടായിരിക്കും. ഇത് രണ്ടും കുഞ്ഞിൻ്റെ കണ്ണിന് ഇൻഫെക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും ഒന്നും ചെയ്യേണ്ട. ഈ പൊടിയും അത് നമ്മൾ പറഞ്ഞാൽ ജസ്റ്റ് ഫസ്റ്റ് കുളിപ്പിച്ചെടുക്കുമ്പോൾ 5 മിനിറ്റിനുള്ളിൽ ജസ്റ്റ് ഒന്ന് കുളിപ്പിച്ചെടുക്കുക, കോട്ടൺ തുണി വെച്ച് നന്നായിട്ട് ഒപ്പിയെടുക്കുക. ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ചെവിയിൽ നമുക്ക് എപ്പോഴും പേടിയാണ്, വെള്ളം ചെവിയിൽ കയറിയിട്ടുണ്ടോ, മൂക്കിൽ. അപ്പോൾ നമ്മൾ ഈ ബഡ്സ് ഒന്ന് യൂസ് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ബഡ്സും കാര്യങ്ങളൊന്നും നമ്മൾ ചെവിയിലോ അങ്ങനെയോ ഒന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല. നമ്മൾ തുണി തന്നെ, കോട്ടൺ തുണി തന്നെ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്തെടുക്കുക, ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാം. ചെവിയുടെ അവിടെയൊക്കെ തുടച്ചെടുത്താൽ മതി, പൊക്കിളിൻ്റെ അവിടെയും അതുപോലെ തുടച്ചെടുക്കുക. പിന്നെ വൈപ്സ് യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഞാൻ പറയുന്നത്, വൈപ്സ് എന്ന് പറയുന്നത് അതിൽ എന്തായാലും ഒരു കെമിക്കലുണ്ട്, ആ ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ടും ഒക്കെ കെമിക്കൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിവതും നിങ്ങൾ അതും യൂസ് ചെയ്യാണ്ട് കോട്ടൺ തുണി തന്നെ നനച്ച് കുഞ്ഞിൻ്റെ കാലായിരുന്നാലും കൈയായിരുന്നാലും ദേഹം എല്ലാം തുടച്ചെടുക്കുക എന്നുള്ളതാണ്. ഈ പൗഡർ യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞല്ലോ മാം. അപ്പോൾ ഈ നമ്മൾ കാലിൻ്റെയും കൈയുടെയും ഒക്കെ ഈ മടക്കുകൾ ഉണ്ടാവുമല്ലോ കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് വെയിറ്റ് ഉള്ള കുഞ്ഞുങ്ങളുടെ, അവിടെ ഈ ചുമന്ന് തടിച്ചൊക്കെ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെന്താണ് ചെയ്യാൻ പറ്റുക? നമ്മൾ ഈ പൗഡർ ഇട്ട് കൊടുത്താൽ, നമ്മളിപ്പോൾ കഴുത്തിൻ്റെ ഇടയ്ക്ക് പൗഡർ ഇടുന്നു അല്ലെങ്കിൽ കൈയുടെ മടക്കിൻ്റെ അവിടെ പൗഡർ ഇടുന്നു, ഇത് വേർക്കുമ്പോൾ, കുഞ്ഞ് വേർക്കുന്ന ടൈമിന് ഈ പൗഡർ അവിടെ ഇരുന്ന് ഒട്ടിപ്പിടിക്കുക ചെയ്യുന്നത്. അപ്പം അതും സ്കിന്നിന്, കുഞ്ഞിൻ്റെ സ്കിന്നെന്ന് പറയുന്നത് വളരെ തിന്നാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ അതും ആ സ്കിന്നിൽ ഇരുന്നിട്ട് കൂടുതൽ ഇൻഫെക്ഷൻസ് ആവുക ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിൻ്റെ ദേഹം ചെറിയ ചൂടുവെള്ളത്തിൽ കോട്ടൺ തുണി മുക്കിയിട്ട് തുടച്ചെടുത്താൽ മാത്രം മതിയാവും. അതുപോലെയാണ് പൊക്കിൾ കൊടി പോകുന്നത് നമ്മൾ നോക്കിയിരിക്കാറുണ്ട്. അപ്പോൾ പൊക്കിൾ കൊടി സാധാരണ ഒരു ക്ലിപ്പും കൂടിയാണ് നമുക്ക് കുഞ്ഞിനെ കിട്ടുന്നത്, അതോടെയാണ് കിട്ടുന്നത്. അപ്പോൾ അത് പോകുന്ന ദിവസം നോക്കിയിരിക്കുക. അത് പിന്നീടുള്ള അതിൻ്റെ ക്ലീനിങ്, അതെല്ലാവർക്കും ഭയങ്കര സംശയമുള്ള കാര്യങ്ങളാണ്. ഈ ഇത് കഴിയുമ്പോൾ എന്തെങ്കിലും ഓയിൻമെൻ്റ് അടക്കമുള്ള കാര്യങ്ങൾ പുരട്ടാനുണ്ടോ, അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ? നമ്മൾ കുഞ്ഞുങ്ങളെ പൊക്കിൾക്കൊടി വീഴുന്നത് 5 to 7 ഡേയ്സിനുള്ളിലായിരിക്കും വീഴുന്നത്. അപ്പോൾ മിക്കവരും വീട്ടിൽ പോയതിന് ശേഷമായിരിക്കും പൊക്കിൾക്കൊടി വീഴുന്നത്. അപ്പോൾ അവിടെ ചെറിയ ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ റെഡ് സ്പോട്ടോ അങ്ങനെ കാണാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ നല്ല തുണി, അതായത് നല്ല കോട്ടൺ തുണി, ക്ലീൻ ആയിട്ടുള്ള കോട്ടൺ തുണി എടുക്കുക, ജസ്റ്റ് വെള്ളത്തിലോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലോ മുക്കി നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി. ആ ബ്ലീഡൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കുക. പിന്നെ ഓയിൻമെൻറ്റ്, ഇപ്പം ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഓയിൻമെൻറ്റ് ഹോസ്പിറ്റലിൽ തന്നെ കൊടുക്കുന്ന ഉണ്ട്. അപ്പോൾ ആ ഓയിൻമെൻറ്റ് വേണമെങ്കിൽ ഇടുക. കണ്ടിന്യൂസ് ആയിട്ട് ബ്ലീഡിങ് ആണ് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ് പൊക്കിളിൽ നിന്ന് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ പീഡിയാട്രീഷ്യനെ കാണേണ്ടത് അത്യാവശ്യമാണ്. ശരി, എന്തായാലും ഈ കുഞ്ഞുങ്ങളുടെ, നവജാത ശിശുക്കളുടെ സംരക്ഷണം, പരിപാലനം എന്നൊക്കെ പറയുമ്പോൾ അരമണിക്കൂറിലെ ചോദ്യങ്ങളൊന്നും അതിന് മതിയാകില്ല. എങ്കിലും ഒരുവിധം എല്ലാവർക്കും ആശങ്കകളൊക്കെ പരിഹരിച്ചെന്നും ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പട്ടം SUT ആശുപത്രിയിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റ് രശ്മി മോഹനാണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്. താങ്ക് യു രശ്മി, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.